കണ്ടായിരുന്നോ? ഗംഭീരായിരുന്നു. ഫഹദ് ഇതുവരെ കാണാത്തൊരു ഫഹദിനെ കണ്ടു. അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലേക്കാണ്. ഭയങ്കര ഹാപ്പിയാണ്. ആ 3 പിള്ളേരും സൂപ്പറാണ്. പിന്നെ ഉറപ്പായിട്ടും പറയും. ആ ബിസിനസ് എന്ന് പറഞ്ഞോളാം. പക്ഷെ എന്നാലും നല്ലൊരു എന്റർടൈനറാണ്. നല്ല ഹാപ്പി ആയിട്ടിരുന്നതാണ്. ഫഹദിന്റെ അഭിനയൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരുമായിട്ട് ഒരു എക്സ്പീരിയൻസ്? ഫഹദ് ദോ സീനാന്നെല്ലാരും പറയുന്നത്. I am a big fan, so I thoroughly enjoy Fahad. രക്ഷയില്ലാത്ത പാടം. പിന്നെ ആളുടെ സ്ലാങ്, അതായത് സംസാര ശൈലി, അത് മറ്റേ മമ്മൂക്കൊക്കെ ചെയ്യണ പോലെ കാസർഗോഡ് സ്ലാങ് ഒക്കെ പിടിച്ച് അതുപോലത്തെ രാജമാണിക്യം ഫീലില്ല. പക്ഷെ മാസാണ് ആളുടെ ഡ്രസ്സിങ് സ്റ്റൈലും അതുപോലെ ഫുള്ള് ഗോൾഡ്, ആളെ എൻട്രി കാര്യങ്ങളൊക്കെ അടിപൊളിയാക്കി. പിള്ളേരൊക്കെ തകർത്തുണ്ട്. ഇന്റർവെല്ലായിട്ടുള്ള ഇതുവരെയുള്ള തകർത്തുണ്ട്. അതുപോലെ ഇന്റർവെല്ലിങ് പഞ്ച് അതൊക്കെ പൊളിച്ചിട്ടുണ്ട്. പിന്നെ ഇടി അതുപോലെ സ്റ്റണ്ട് മേക്കിംഗ് ഒക്കെ ഇതുവരെ കാണാത്ത മേക്കിങ്ങാണ്. പൊളിച്ചു, രംഗെണ്ണം പൊളിച്ചു. ആവേശം. അപ്പൊ ഈ വർഷങ്ങൾക്ക് ശേഷം അതിനൊക്കെ ഒരു വെല്ലുവിളിയായിരിക്കും അത്. എന്തായാലും തീർച്ചയായും വർഷങ്ങൾക്ക് ശേഷം ജീവിതം ഇതൊക്കെ പോകും. ആവേശമല്ല, ഒരാവശ്യത്തിലാകും. ഇവരൊക്കെ ഏറ്റെടുക്കും സംഭവം. പൊളിച്ചു തകർത്തും. രംഗണ്ണ എങ്ങനെയുണ്ട്? പറയണേ മോനെ സൂപ്പർ മാറ്റുമോ? മാസ്റ്റർ പീസ് ആയിട്ട് ടൈറ്റിൽ കാർഡ് വരുമ്പോ തന്നെ അടിപൊളി.